സെലിബ്രിറ്റികളെല്ലാം അവരവരുടെ ഓണക്കാലം അത്രയും മനോഹരമായിട്ടുണ്ട്. വേറിട്ട ഫോട്ടോഷൂട്ടുകളും ഓരോരുത്തരും അവരവരുടെ ഓണവിശേഷങ്ങൾ പങ്കുവച്ചത്. ആ കൂട്ടത്തിൽ നവ്യ നായരുമുണ്ട്. എല്ലാവരേക്കാളും തിരക്കുള്ള അഭിനേത്രിയാണ് നവ്യ. അഭിനയം മാത്രമല്ല ഇപ്പോൾ നവ്യയ്ക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഡാൻസ് സ്കൂളിൻ്റെ നടത്തിപ്പ് നവ്യയുടെ കൈകളിൽ ഭദ്രമാണ്. ഒപ്പം റിയാലിറ്റി ഷോകളിലും ഇടയ്ക്ക് താരത്തെ കാണാറുണ്ട്. ഇത്തവണത്തെ ആഘോഷം തൻ്റെ സ്വന്തം വീടായ നന്ദനത്തിൽ വെച്ചായിരുന്നു. ഇത്തവണയും നവ്യയ്ക്കൊപ്പം ഭർത്താവ് സന്തോഷ് മേനോൻ ഉണ്ടായിരുന്നില്ല. താൻ ജനിച്ചു വളർന്ന വീട്ടിൽ അമ്മയ്ക്കും പെങ്ങൾക്കും ഒപ്പം ആണ് സന്തോഷിൻ്റെ ഇത്തവണത്തെ ഓണം ആഘോഷിച്ചത്. ഏറെ വർഷങ്ങൾക്കു ശേഷം ബന്ധുക്കളെല്ലാം ഒത്തുചേർന്ന സന്തോഷവും സന്തോഷ് പങ്കിട്ടിരുന്നു. നവ്യയും സന്തോഷും രണ്ട് വീടുകളിലായിട്ടാണ് ഓണം ആഘോഷിച്ചത്. വിദേശത്തായിരുന്ന നവ്യയുടെ അനുജനും ഓണം കൂടാൻ നേരത്തെ എത്തിയിരുന്നു. ചങ്ങനാശ്ശേരി പെരുന്നയിലാണ് സന്തോഷ് മേനോൻ്റെ വീട്. തനിക്ക് തൻ്റെ സ്വന്തം നാട് തന്നെയാണ് ഏറ്റവും വലുതെന്ന് അടുത്തിടെ പങ്കുവച്ച ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ബംഗ്ലാവുകൾ, കടൽക്കരയിലെ ഫ്ലാറ്റുകൾ ഒക്കെയുണ്ടെങ്കിലും പെരുന്നയിലെ വീട് ആണ് തൻ്റെ ഏറ്റവും വലിയ രാജാവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓണാഘോഷവും പെരുന്നയിലെ വീട്ടിൽ വെച്ചായിരുന്നു. പൊതുവെ നവ്യയും ഭർത്താവ് സന്തോഷും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പലപ്പോഴായി വാർത്ത വന്നിരുന്നു. അതെല്ലാം ദമ്പതികൾ നിഷേധിച്ചിരുന്നു. ആ സമയത്ത് മാത്രം ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കിടുന്നുണ്ട്. ഇത്രയും വലിയ ആഘോഷങ്ങൾ നടന്നപ്പോൾ പോലും ഒരു ആഘോഷത്തിലും നവ്യയും സന്തോഷും ഒരുമിച്ച് പങ്കെടുത്തിട്ടില്ല. എന്നാൽ ഇരുവരും തമ്മിൽ പ്രത്യക്ഷത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. നവ്യയെക്കുറിച്ച് അമ്മായിയമ്മയ്ക്ക് നാത്തൂനും നല്ല അഭിപ്രായവുമാണ്. സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു സന്തോഷുമായുള്ള വിവാഹം. വിവാഹത്തോടെ ചെറിയൊരു ഇടവേളയെടുക്കേണ്ടി വന്നു. വീട്ടമ്മയായി ഒതുങ്ങാൻ ശ്രമിച്ചെങ്കിലും ഒരു പരിധി കഴിഞ്ഞപ്പോൾ തനിക്ക് അത് സാധിച്ചില്ലെന്ന് നവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തിന് ശേഷമായിരുന്നു ദൃശ്യം സിനിമയുടെ കന്നഡ റീമേക്ക് ചെയ്തത്. അതിനുശേഷം 2021 അതിൻ്റെ രണ്ടാം ഭാഗത്തിലൂടെയാണ് നവ്യ സിനിമയിലേക്ക് തിരിച്ചെത്തിയത്. പിന്നീട് മലയാളത്തിൽ ഒരുത്തി, ജാനകി ജാനെ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച് ഇപ്പോൾ ഡാൻസ് ക്ലാസുമായി തിരക്കിലാണ് നവ്യ.